പ്രിയപ്പെട്ടവരെ, ഈ ഡോക്യുമെൻ്ററി സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുവാൻ അഭ്യർത്ഥിക്കുന്നു. പുല്ലുപിടിച്ച മിറ്റവും എൻ്റെ കൊച്ചു വീടും നിങ്ങൾ കാണുന്നില്ലേ? രൂപത്തിൽ ഞാനൊരു ഭിക്ഷക്കാരനായിരിക്കാം, ആശയം കൊണ്ട് ഞാനൊരു കോടീശ്വരനാണ് മക്കളെ. ഞാനൊരു എളിയ ശാസ്ത്രീയ നിരീക്ഷകനാണ്. ചളിയിൽ ഇറങ്ങേണ്ടി വരും, ഏത് സമയത്തും മരത്തിൽ കയറേണ്ടി വരും, അരയും മുറുക്കി ഏത് സമയത്തും നിർമ്മാണ കലകളിൽ ഏർപ്പെടേണ്ടി വരും. പ്രകൃതി എൻ്റെ പോറ്റമ്മയാണ്, പ്രപഞ്ചം എൻ്റെ വിശാല ഹൃദയമാണ്. 4 നൂറ്റാണ്ടോളം പിന്നിട്ട എൻ്റെ മഹത്തായ പരീക്ഷണശാല കണ്ടോ മക്കളെ? എന്നും ഞാനൊരു അന്വേഷിയായി തുടരുകയാണ്. മണ്ണ് കുഴിക്കേണ്ടി വരും, ചെളിയിലും വെള്ളത്തിലും ഇറങ്ങി ഇവരെയൊക്കെ താലോലിക്കേണ്ടി വരും. തൂലിക പിടിച്ച് സാഹിത്യ ലോകത്തേക്ക് ഇറങ്ങേണ്ടി വരും, സഹജീവികളിൽ ഒരാളാവേണ്ടി വരും. ഫലത്തിൽ സമൂഹം ഭ്രാന്തനെന്ന് മുദ്രകുത്തും. പക്ഷേ ചുരുങ്ങിയ നല്ലൊരു വിഭാഗം മനുഷ്യരും ഭരണകൂടവും നമ്മളോടൊപ്പം ഉണ്ടാവും. എന്തു പഠിച്ചു എന്നുള്ളതല്ല, മരണം വരെ വിദ്യാർത്ഥിയായി തുടരുക, പഠിച്ചതെല്ലാം ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുക. ഇന്നലകളെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ നാളെയിലേക്ക് കുതിക്കുക. എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടാൽ നാം ഒരു ശക്തിയായെന്നർത്ഥം. അതിരുകളില്ലാതെ എല്ലാ മേഖലകളിലും ഇടപഴകാൻ, ഇറങ്ങിച്ചെല്ലാൻ മടികൂടാതെ സാധിച്ചാൽ സർവകല വല്ലഭനായി എന്നർത്ഥം. എല്ലാ നെഗറ്റീവുകളും പോസിറ്റീവിനേക്കാൾ മാഹാത്മ്യമേറിയതാണെന്ന് എത്ര പേർക്കറിയാം? ഹേ മനുഷ്യ, കർമ്മത്തിലൂടെയും പ്രശംസയിലൂടെയും പതിപ്പിച്ച പാദമുദ്രകൾ വരും തലമുറയ്ക്ക് ഒരടയാളമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു.